യത്ര യത്ര ഭവേത് തൃഷ്ണ സംസാരം വിദ്ധി തത്ര വൈ പ്രൗഢവൈരാഗ്യമാശ്രിത്യ വീതതൃഷ്ണസുഖീ ഭവാം. യത്ര യത്ര ഭവേത് തൃഷ്ണ സംസാരം വിദ്ധി തത്ര വൈ പ്രൗഢവൈരാഗ്യമാശ്രിത്യ വീതതൃഷ്ണസുഖീ ഭവാം. യത്ര യത്ര തൃഷ്ണാ ഭവേത് തത്ര തത്ര വൈ സംസാരം വിദ്ധി അതഃ പ്രൗഢവൈരാഗ്യമാശ്രിത്യ വീതതൃഷ്ണഃ സുഖീ ഭവ. എവിടെയെല്ലാം എവിടെ തൃഷ്ണ ഉണ്ടോ, എത്ര എത്ര തൃഷ്ണാ ഭവേത്, എവിടെ തൃഷ്ണയുണ്ടോ, ആഗ്രഹമുണ്ടോ, തത്ര തത്ര അവിടെ തീർച്ചയായും തീർച്ചയായും സംസാരം വിധി പ്രപഞ്ച സംസാരം ഉണ്ട് എന്നറിയുക. സംസാരം എന്നത് ആഗ്രഹമാണ്. എവിടെ ആഗ്രഹമുണ്ടോ അവിടെ സംസാരമുണ്ട്, ലോകമുണ്ട്. കാമമാണ് ലോകം, അതിന് വെളിയിലൊരു ലോകമില്ല. ആഗ്രഹങ്ങൾ മാത്രമാണ് എൻ്റെ ലോകങ്ങൾ, അല്ലാതെ വേറെ ലോകമില്ല. അതിനകത്ത് ഞാൻ കയറിക്കൂടി അത് വളർത്തി അതിനാൽ തീരുന്നു എന്നതാണ് ലോകത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എവിടെ സംസാരം, എവിടെ തൃഷ്ണയുണ്ടോ, ആഗ്രഹമുണ്ടോ, ആഗ്രഹം വന്നാൽ അന്നേരം അറിയാം, ഒരു ലോകം തന്നെ വിരചിക്കും. അങ്ങനെ ഉണ്ടായതാണ് ഈ ലോകത്തെ സാധനമൊക്കെ, അല്ലാതെ ആവശ്യം കൊണ്ടുണ്ടായതല്ല, ആഗ്രഹം കൊണ്ടുണ്ടായതാണ്. ആഗ്രഹിക്കുന്നവൻ അതിന് പ്രാധാന്യം കൊടുത്തുണ്ടാക്കുന്നതാണ്. ആഗ്രഹമാണ് സൃഷ്ടിയുടെ മുഴുവൻ രഹസ്യം. ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആഗ്രഹിക്കാതെ ഒന്നും ഉണ്ടാവില്ല. ഈ ലോകം എന്നത് ആഗ്രഹമാണ്, അല്ലാതെ ലോകം ആവശ്യമല്ല. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്, ആവശ്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആവശ്യം കൊണ്ടല്ല. അത് ലോക ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. ഇന്നുള്ളതില്ലാതെ ഇന്നത്തേക്കാൾ സുഖമായി, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഇന്നലെ ആളുകൾ ജീവിച്ചു എങ്കിൽ ഇതാവശ്യമല്ല. ഇന്നുള്ളതിനേക്കാൾ സുഖമായിട്ടാണ് ഇന്നലെ ജീവിച്ചതെങ്കിൽ, അനുഭവം അങ്ങനെയാണെങ്കിൽ ആവശ്യമല്ല ഈ സൃഷ്ടിക്ക് പിന്നിൽ. ഇനി ഇന്ന് ഉള്ളതിനേക്കാൾ മോശമാണ് ഇന്നലെയെങ്കിൽ ആവശ്യമാണെന്ന് പറയാം. ചരിത്രം അറിയൂ. നിങ്ങളുടെയൊക്കെ വീടെടുത്താൽ നിങ്ങളും നിങ്ങളുടെ ശാസ്ത്രവും ഈ പുരോഗതിയും വരുന്നതിന് മുമ്പ് അവിടെ കുറേ ആളുകൾ ജീവിച്ചു. അന്ന് അവർ ജീവിച്ചതിനേക്കാൾ ഏതാവശ്യമാണ് ഇന്ന് സാർത്ഥകമായത്? ഇല്ല. ഒരു സുഖസൗകര്യവും വികസിച്ചിട്ടില്ല. ഒരു സുഖസൗകര്യവും വികസിച്ചിട്ടില്ല. ഡോക്ടറുടെ കുഞ്ഞ് ഡോക്ടർക്ക് കിട്ടിയ സുഖത്തോടെയല്ല ഡോക്ടർ അമ്മയായപ്പോൾ ആ കുഞ്ഞ് ജീവിച്ചത്. ഡോക്ടറുടെ അമ്മയും ഡോക്ടറും തമ്മിലുള്ള പാരസ്പര്യത്തിൽ ഡോക്ടർ അനുഭവിച്ച സുഖമൊന്നും
ആ കുഞ്ഞനുഭവിച്ചില്ല. അപ്പോൾ ഏതാണ് സുഖസൗകര്യം? ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞും നിങ്ങൾ ചെറുപ്പക്കാരായ തള്ളമാരിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. ചെറുപ്പക്കാർ പെൺപിള്ളേർ ഇരിപ്പുണ്ട്, കൈകാര്യം ചെയ്യും. ഞാനിവിടെ ഇരുന്ന് മൈക്കിൽ കൂടെ പറയുന്ന പോലല്ല, അവർ നോക്കുന്നുണ്ട്. ഏതാടാ ഈ വല്യമ്മ, രാത്രിയിൽ ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും കിടന്നോ? ഞാൻ പറഞ്ഞത് ചുമ്മാ ശരിയാണെന്ന് പറയണ്ട, അപഗ്രഥിച്ചിട്ട് പറഞ്ഞാൽ മതി. അന്നുള്ള വീട്ടിലെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെക്കാൾ ഏതാണിന്ന് കൂടുതൽ സൗകര്യം തന്നത്? അവർ പറയുന്നതും നമ്മൾ പറയുന്നതുമല്ല, വസ്തുത അവർക്കും നമുക്കും സമ്മതമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൂരം പണ്ട് മനുഷ്യൻ യാത്ര ചെയ്ത് കണ്ടെത്തിയ സത്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനപ്പുറം ഈ വാഹന സൗകര്യങ്ങളൊന്നും നിങ്ങളുടെ അറിവിനെ വികസിപ്പിച്ചില്ല. കേരളത്തിൽ നിന്ന് ശ്രീശങ്കരൻ കാശ്മീരം വരെ യാത്ര ചെയ്തുവെങ്കിൽ ഈ വാഹന സൗകര്യങ്ങളൊന്നും നിങ്ങളുടെ അറിവിനെ വികസിപ്പിക്കുന്നില്ല. ഒരറിവും ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല. വാഹനങ്ങൾ നിങ്ങളുടെ അറിവിനെ പരിമിതപ്പെടുത്തുന്നേ ഉള്ളൂ. സൗകര്യം, സുഖം എന്ന പദം ചേർത്താ ഞാൻ പറയുന്നത്. അത് സൗകര്യവുമല്ല സുഖവുമല്ല. ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാൾ കുട്ടിക്കാനം കടന്നു പോകുന്നത് 40 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനത്തിൽ. മനസ്സിലായി? കോട്ടയത്ത് 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ളപ്പോൾ അതിൽ ആ ബസ്സിൽ കയറുന്ന ഒരുത്തൻ, രാവിലെ കയറുന്ന ഒരുത്തൻ, മനസ്സിലായി? വേണ്ട, കുട്ടിക്കാനത്തേക്ക് പോകുമ്പം ഇവിടുന്ന് ദൂരെയാണ്. തൊടുപുഴ നിന്ന് 32 ഡിഗ്രി സെൽഷ്യസ് ഉള്ളപ്പോൾ ഒരു ബസ്സിൽ കയറുന്ന ഒരുത്തൻ, മനസ്സിലായി? ആ ബസ്സിൽ ഇവിടുന്ന് മൂന്നാറിലേക്ക് 60 കിലോമീറ്റർ സ്പീഡിൽ കടക്കുമ്പോൾ -3.5 ഡിഗ്രിയിലേക്ക് 32 ഡിഗ്രിയിൽ നിന്ന് വണ്ടി മാറുമ്പോൾ അവൻ്റെ ശരീരം ആ മാറ്റത്തെ അംഗീകരിക്കാതെ വരുമ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് അവൻ രോഗിയായി വരികയല്ലാതെ ആരോഗ്യവാനായി വരുന്നില്ല. മനസ്സിലായില്ല? ഞാനത് വാഹന സൗകര്യം പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞതാ. എനിക്ക് പറയാവുന്നത് അതിൽ കൂടുതലാണ്. നിങ്ങളിന്ന് ഏത് വീടുകളെടുത്താലും 4 വീട്ടിൽ ഒരാളെങ്കിലും ഇൻഹേലർ വലിക്കുന്ന കാണാം. ശരിയല്ല? 4 വീടെടുക്കുമ്പോൾ, അതായത് 20 പേർക്ക് ഒരാൾ വെച്ച് സ്ത്രീയോ പുരുഷനോ ഇൻഹേലർ വലിക്കുന്നവരാണ്. ചുറ്റും നോക്കിയാൽ മതി. ഇൻഹേലർ വലിക്കുന്നതിൻ്റെ കാരണമായി ഡോക്ടർ അവരോട് പറയുന്നത് പൊടിയാണ്, അലർജിയാണ്. ശരിയാണ്. നിങ്ങളുടെ അമ്മമാരുടെ കുട്ടിക്കാലത്ത് വീട് ഓല കെട്ടിയതാണ്, മെഴുകിയ തറയാണ്. നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ 50 വയസ്സുള്ള നിങ്ങൾ 5 വയസ്സുവരെ തൂറിയതും മുള്ളിയതും ഈ പെരയ്ക്കകത്താണ്. മോശമായത് സ്വാമി പറയുന്നു എന്ന് തോന്നുകയല്ലെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കട്ടിക്കീഴയൊക്കെ ഇത് കിടക്കും, പിള്ളേർ വളരെ മിടുക്കന്മാരാണെങ്കിൽ. ശരിയല്ല?
തള്ള ഒരു 2 പാളയെടുത്ത് ഇത് കൂട്ടിപ്പിടിച്ച് ഒരേറ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരല്പം ചാണകം തേക്കുക ചെയ്യുന്നു, ചാണകത്തിന് പുറത്ത്. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ മലവും മൂത്രവും ചാണകവും കൂടി കൂട്ടിയാണ് മെഴുകുന്നത്. ശരിയല്ല. 4 മണിക്കൂർ കഴിഞ്ഞൊരു അറ്റമുള്ള ചൂല് കൊണ്ട് തൂക്കുമ്പോൾ 1 കൊട്ടയോളം പൊടി കിട്ടും. അതിൽ മലമുണ്ട്, മൂത്രമുണ്ട്, ചാണകമുണ്ട്. അതിലെ സൂക്ഷ്മമായ പൊടി പറന്ന് മേശയുടെ വിരിക്കടിയിൽ കയറും, കുറച്ച് ഭക്ഷണത്തിൽ പെടും. ശരിയല്ല. അന്ന് ഈ പെണ്ണുങ്ങളൊന്നും ഇൻഹേലർ ഉപയോഗിച്ചില്ല. ഊതിക്കത്തിക്കുന്ന വിറക് നനഞ്ഞത് ഊതിക്കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡുള്ള പുക അകത്ത് മുഴുവനുണ്ടാവും. ഓലച്ചുരുളുകളിൽ നിന്ന് പുകയറ താഴെ വീഴും. ശരിയല്ല. അന്ന് ഈ പുകയും പൊടിപടലവും ഒന്നും അവരെ തുമ്മലും ചീറ്റലും ഉണ്ടാക്കിയില്ല. മുറ്റത്താണ് നെല്ല് കൊയ്തു കൊണ്ട് വെച്ചത്, അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. വൈക്കോൽ കൂനകളിലാണ് കുട്ടികൾ മറിഞ്ഞത്. ആ കാലത്തേക്കാൾ പുരോഗമിച്ചു എന്ന് പറയുന്ന ഗ്രാനൈറ്റും മാർബിളും ടൈൽസുമുള്ള വീട്ടിൽ നിന്ന് ഇൻഹേലറും അടിച്ച് നിങ്ങൾ നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ സുഖവും സൗകര്യവും വർദ്ധിച്ചുവെന്ന് ഞാൻ എങ്ങനെ കണക്കാക്കും? ഒരു അതിശയോക്തി ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞെങ്കിൽ എനിക്കതിന് തെളിവുണ്ട്. നിങ്ങൾ ശരിയാന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് തെളിവുണ്ടാവില്ല. ഞാൻ വളരെ വസ്തുതാപരമായി പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ഇതിനെ സുഖമായി കാണുന്നത്? നിങ്ങളിലൊരു 35-40 കഴിഞ്ഞ എല്ലാവരും കുട്ടിക്കാലത്തൊരു 5 വയസ്സുവരെ പഞ്ഞപ്പുല്ല് കുറുക്കിയതോ, ദരിദ്രഭവനമാകട്ടെ സമ്പന്ന ഭവനമാകട്ടെ ജാതി ഏതുമാകട്ടെ, നിങ്ങളുടെ തള്ള പഞ്ഞപ്പുല്ല് വാങ്ങിക്കൊണ്ടുവന്ന് അരച്ച് അതിൻ്റെ നൂറെടുത്ത് കുറുക്കി അത് ദേഹത്ത് തേപ്പിച്ച് അത് ആഹാരം തന്ന് നിങ്ങൾക്ക് ദഹിക്കുമാറ് ഒരു 6-7 വയസ്സ് വരെ ഇങ്ങനെയാണ് നിങ്ങളെ വളർത്തിയത്. ശരിയല്ല. ശരിയല്ല. അത് നിങ്ങൾക്ക് ഓജസ് തന്നു, ബലം തന്നു, സുഖം തന്നു. കൂടെ അമ്മ എടുത്തുകൊണ്ട് പുറത്ത് നടന്ന് ആഹാരം തരുന്ന കൂടെ കാക്ക എന്ന് പഠിപ്പിച്ചു. പട്ടിയെയും പൂച്ചയെയും കാണിച്ചു തന്നു. അക്ഷരങ്ങൾ അമ്മയിൽ നിന്ന് ഉറച്ചു. ശരിയല്ല. ആ മാറിൻ്റെ ചൂടിൻ്റെ സുഖം നിങ്ങൾ അനുഭവിച്ചു. തൃപ്തിയാവോളം അമ്മിഞ്ഞപ്പാൽ കുടിച്ചു. അതെല്ലാം അനുഭവിച്ച് വളർന്ന ആരോഗ്യവും അറിവുമായാണ് നിങ്ങൾ പഠിക്കാനായി ഒരു 5 വയസ്സിൽ സ്കൂളിലേക്ക് പോയത്. ശരിയല്ല. ശരിയല്ല. ഇന്ന് കുഞ്ഞ് 1 വയസ്സായി. കുഞ്ഞിന് അവകാശപ്പെട്ട മുലപ്പാലില്ല. നിങ്ങൾ ആർക്ക് സൗകര്യമായെന്നാണ് പറയുന്നത്? അമ്മയ്ക്കോ കുഞ്ഞിനോ? ചോദ്യം മനസ്സിലായില്ല. നിങ്ങളിൽ ഒരുത്തൻ ആ കക്കൂസിലേക്ക് പോകുമ്പോൾ പൈപ്പിലെ വെള്ളം തീർന്നു പോയാൽ വെള്ളം അടിക്കാനുള്ള ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ വേറൊരുത്തൻ വെള്ളമെടുത്ത് വാതക്കൽ കൊണ്ട് തരാനുള്ള ഒരു 5 മിനിറ്റ്, അത്രയും സമയത്തിനുള്ളിൽ ഉടുപ്പും എല്ലാം സ്വന്തമായി അഴിക്കാനും മാറാനും കഴുകാനും വെള്ളം എടുത്തുകൊണ്ട് പോകാനും കഴിയുന്ന നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ശൗചം ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പിടുത്തത്തിലും അകത്തും വരുന്ന അന്തരാളങ്ങൾ ആഴമുള്ളതാണെന്ന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അത് തടയാൻ പറ്റുന്നില്ലെന്ന് അറിയുന്ന നിങ്ങൾ എഗ്രീഡ്? രാവിലെ 7:30 മണിക്ക് മലവും മൂത്രവും പുറത്തു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കെട്ടി നാപ്പിപ്പാടിനുള്ളിൽ ഒരു കുഞ്ഞിനെ ഇട്ട് അതിന് സ്വന്തമായി അഴിച്ചു കളയാനോ
സ്വന്തമായി കഴുകാനോ പറ്റാത്ത ആ കുഞ്ഞ് ത്വക്കും മസ്തിഷ്കവും ഒന്നായിരിക്കെ അതിൻ്റെ കലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ പുരോഗതിയും ഈ ശാസ്ത്രവും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സുഖം തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാലെ പിടിച്ചടിക്കുകയാണ്. കടന്നുപോയി എന്താ സൗകര്യം? നിങ്ങളുടെ ശാസ്ത്ര പുരോഗതിയിൽ എന്ത് സൗകര്യമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതൊരു സൗകര്യമാണ്. രാവിലെ ഇതിനെ കെട്ടിയിട്ട് വൈകുന്നേരം എടുത്തു കളയുക. ആസ്ട്രോസൈറ്റോമയും ഗ്ലയോമയും മിക്സഡ് ഗ്ലയോമയുമാകുന്ന രോഗങ്ങളൊക്കെ കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിനുണ്ടാവുക. ഒരു സൗകര്യമില്ല. എന്ത് സൗകര്യം? ശാസ്ത്രം പുരോഗമിച്ചോ കുഞ്ഞിനാണ് സൗകര്യമെങ്കിൽ, അമ്മയാണ് അവളെങ്കിൽ അമ്മയ്ക്കല്ല സൗകര്യം, സ്ത്രീക്ക് സൗകര്യമാണ്. അമ്മ എന്നുള്ള പദം ഉപയോഗിക്കരുത്, അത് വളരെ പവിത്രമാണ്. ശരിയല്ല? ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഭാര്യയും ഭർത്താവും തമ്മിൽ, കുഞ്ഞൊരു ഉപോൽപ്പന്നം, അവിടെ ഇത് സുഖമാണ്. ശരിയല്ല? ഇനി നിങ്ങൾ സൗകര്യം പറഞ്ഞത്, നിങ്ങൾ 5 വയസ്സുവരെ ഇതെല്ലാം കഴിച്ച് അമ്മയിലൂടെ അക്ഷരവും പഠിച്ചിട്ട് നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി. നിങ്ങളുടെ കുഞ്ഞ് വന്നപ്പോൾ വയസ്സനും മധ്യവയസ്കനും ഒക്കെ പൊറോട്ടയും പോട്ടിയും, കൊച്ചു കുഞ്ഞായാലും അതിൻ്റെ വായിലേക്ക് പോട്ടിയിൽ മുക്കി പൊറോട്ട, എരിച്ച് വിഷമിക്കുമ്പോൾ കൊക്കോ കോള ഒഴിച്ചു കൊടുക്കാൻ. ഇതൊക്കെ സൗകര്യമായെന്ന് എനിക്ക് പറയാൻ വിഷമം. അത് സൗകര്യമായോ എന്നറിയുന്നത് നിങ്ങളുടെ ഇടയിൽ, ഇത് കേൾക്കുന്ന ആളുകളുടെ ഇടയിൽ എത്ര ഞരമ്പ് രോഗികളുണ്ടെന്ന് നോക്കിയാൽ മതി. ആ കയ്യിലിരിക്കുന്ന മൊബൈലെല്ലാം വാങ്ങിച്ച് അതിലെ മെസ്സേജ് നോക്കിയാൽ അതിൽ മന്ത്രിയും തന്ത്രിയും ഒക്കെ ഉണ്ടാവും. 80 വയസ്സുള്ള കിളവനും മെസ്സേജ് അയക്കുമ്പോൾ അതിനകത്തുപയോഗിക്കുന്ന ഭാഷയിൽ നിന്നാണ് തീരുമാനിക്കേണ്ടത് അവൻ എത്ര ഞരമ്പ് രോഗിയായെന്ന്. കൂടിപ്പോയല്ലേ? വട്ടി തന്ന് അടി വാങ്ങിച്ചാൽ ഞാൻ എന്തോ ചെയ്യുക? പറഞ്ഞത് ശരിയല്ല? പറഞ്ഞത് ശരിയല്ല? ആരാണിത് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നത്? അത്യാവശ്യത്തിന് ഉപയോഗിക്കാനാണെങ്കിൽ ഇത്രയേറെ സാധനം ആവശ്യമുണ്ടോ? നിങ്ങളുടെ പണി, നിങ്ങളുടെ ഏകാഗ്രത, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ വികാസം എല്ലാം കളയാൻ ഈ ഉപകരണം വെച്ചുകൊണ്ട് ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി. ശരിയല്ല? ആരെങ്കിലും അറിയാൻ മേലാത്തവനുണ്ട് അവനോട് പറയുന്നത് ഇത് പഠിപ്പിച്ചു തരാം, ഇതിനകത്ത് എല്ലാം കാണാം. TV കാണണോ? അതും കാണാം. ശരിയല്ല? കടന്നുപോയില്ലേ? നേരല്ല? ഏതാണ് നിങ്ങൾക്ക് ഉപകാരമായൊരു കണ്ടുപിടുത്തം? ഞാൻ ദോഷൈകതൃക്കായതുകൊണ്ടാണ്. സ്വാമി ഒരു ദോഷൈകതൃക്കായതുകൊണ്ട് പുരോഗതിക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടേ പറയണം. ഇതിലേതാണ് ഉപകാരപ്രദമായത്? ഇന്നലെ വരെ കമ്പ്യൂട്ടറില്ലാത്തൊരു ബാങ്കിൽ ചെന്നാൽ കൃത്യമായി എഴുതി സാധനം ഇങ്ങ് കണക്ക് കൂട്ടി കിട്ടുമായിരുന്നു. ഇന്നെല്ലാം കമ്പ്യൂട്ടറും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം നേരത്തെ കാലത്ത് കിട്ടുകയില്ല. ശരിയല്ല? ഉപകരണമായതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് വലിച്ചിട്ടാൽ ലക്ഷങ്ങൾ പോയി കിട്ടുകയും ചെയ്യും. ഒരുത്തൻ ATM-ൽ പണമെടുക്കാൻ ചെല്ലുമ്പോൾ ഇട്ട പണം അവിടെ ഇല്ല. വേറൊരുത്തൻ ATM-ൽ ചെന്നപ്പോൾ അവന് ഇടാത്ത പണം എടുക്കാം. ശരിയല്ല? നുണയാണ്?
നുണയാണ്. ഞാനിടാത്ത പണം എൻ്റെ പേരിൽ 50,000 രൂപ കിടക്കുകയാണ്. 5,000 ഉള്ളൂ ഞാൻ ഇട്ടത്, 50,000 ഉണ്ട്. എന്നാൽ ഇനി അത് സത്യസന്ധമായി മാനേജരോട് പോയി പറയാം എന്ന് വിചാരിച്ചാൽ മാനേജർ പറയുന്നത് നിന്നെ ഞാൻ ജയിലിലാക്കുമെന്നാണ്. സത്യസന്ധമായി പോയി പറഞ്ഞു, സാറേ ഞാൻ ഇടാത്ത പണമാണ്, ഇങ്ങനെ കിടപ്പുണ്ട് അതിനകത്ത്. സജി ഉണ്ടോ ഇവിടെ? സജി ഉണ്ടോ അവിടെ? എങ്ങനെ ഇരിപ്പുണ്ടോ? ഇറങ്ങുമ്പോൾ സജിയോട് ചോദിച്ചാൽ മതി. ചെന്ന് മാനേജരോടൊന്ന് പറഞ്ഞു പോയി. അളി ചൂടായി എന്ന് പറഞ്ഞാൽ ഇവനേതാണ്ട് കൃത്രിമം കാണിച്ചിട്ട് ATM-ലേക്ക് പണം വന്ന പോലാണ്. ഏതാണ് ഉപകാരം? അതൊക്കെ വേറെ. അതല്ലാതെയുണ്ട്. അമേരിക്കയിൽ അങ്ങനെ ഒരു മിടുക്കനുണ്ടായിരുന്നു, പെന്നി ജോൺ അക്കൗണ്ട് എന്ന് പറയും. അങ്ങനെയാണ്ടാണ് അതിൻ്റെ പേര്. കാരണം നിങ്ങൾ ഈ റൗണ്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതായത് 80 രൂപ 50 പൈസ 80 രൂപയുള്ളൂ, 50 പൈസ ഇല്ല. മനസ്സിലായില്ല? 80 രൂപ 60 പൈസയില്ല. അങ്ങനെ ഈ റൗണ്ട് ചെയ്യുന്നതെല്ലാം ചെന്ന് വീഴുന്നൊരു സോഫ്റ്റ്വെയർ അക്കൗണ്ടുണ്ട് അമേരിക്കയിലൊരു ബാങ്കിൽ. ഈ സോഫ്റ്റ്വെയറിൽ ഈ അക്കൗണ്ടിന് പെന്നി ജോൺ അക്കൗണ്ട് എന്നാണ് പറയുക. പെന്നിയല്ല അതിനകത്താണ് വീഴുന്നത്. ഇപ്പോൾ ജോണെന്ന് പേരുള്ള ഒരുത്തൻ അവിടെ ചെന്ന് പെന്നി ജോൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മനസ്സിലായില്ല? അവൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു ചെറിയ പൈസ ഇട്ട് അവൻ അക്കൗണ്ട് എടുത്തു. ആ ബാങ്കിൻ്റെ സകല ശാഖയിലുള്ള അക്കൗണ്ട് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അത് മുഴുവൻ അവൻ പിൻവലിച്ചു. മനസ്സിലായില്ല? പുരോഗതിയല്ലേ നിങ്ങളുടേത്? ബാങ്കുകൾക്ക് സോഫ്റ്റ്വെയർ എഴുതുന്നവൻ അവന് ഭാര്യയെ കാണാൻ പറ്റൂല, മക്കളെ കാണാൻ പറ്റൂല. 2 ലക്ഷമോ 3 ലക്ഷമോ ശമ്പളം കൊടുത്തിട്ട് അവനൊരു മുറിയും കൊടുത്ത് അതിനകത്ത് ബന്ധനസ്ഥനാക്കി ഇരുത്തിയിരിക്കുകയാണ്. കാരണം ഇവൻ പുറത്തിറങ്ങിയാൽ ബാങ്ക് ചിലപ്പോൾ കുത്തുവാള എടുക്കും. മനസ്സിലായില്ല? മനസ്സിലായിട്ടില്ല? മദ്രാസിലും ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൽ ചിലർ ഈ കണക്കെഴുതുന്നവരുണ്ട്. അവനൊന്ന് വിചാരിച്ചാൽ ഇത് മുഴുവൻ അടിച്ചു മാറ്റാം. ഇതുവരെ മനസ്സിലായിട്ടില്ല? ഇത് പുരോഗതിയാണ്. ഇത് പുരോഗതിയാണ്, സൗകര്യമാണ്. മനുഷ്യ മസ്തിഷ്കത്തേക്കാൾ സൗകര്യവും സുതാര്യവുമായ ഒന്നും ഇന്നോളം കണ്ടുപിടിക്കാൻ മനുഷ്യനായിട്ടില്ല. അതിൻ്റെ കഴിവുകളെ ഇത് നശിപ്പിക്കുന്നു. ഇന്ന് ബാങ്കിലിരിക്കുന്ന ഒരു ഓഫീസർക്ക് കറണ്ട് പോയാൽ പേന എടുത്ത് എഴുതാനാവില്ല. കാരണം അവൻ്റെ വിരൽ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ മാത്രം പഠിച്ചതുകൊണ്ട് പേന എടുത്ത് എഴുതാൻ പറ്റില്ല. എഴുതാൻ വേറെ ആളെ വേണം. നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിച്ച ഒരു പിള്ളേർക്കും എഴുതാനാവില്ല. കാരണം വിരലിൻ്റെ മസ്തിഷ്കം 2 വിരൽ ചേർന്നുള്ള എഴുത്തിൽ ഇന്ന് വിശ്വസിക്കുന്നില്ല. ചേർച്ചയില്ലാത്ത ഒറ്റ വിരലിലുള്ള പ്രയോഗമേ ഉള്ളൂ. മനസ്സിലായില്ല? വേറൊരാൾക്കൊരു കത്തയക്കാനൊന്നാവില്ല, മെസ്സേജ് അയക്കാനാവുള്ളൂ. നിങ്ങളുടെ കൂടെ ഇരിപ്പില്ലേ കമ്പ്യൂട്ടറുകാർ? ഇല്ല. നുണയാ ഞാൻ പറയുന്നേ? ബാങ്കുകളിലൊന്നും ഓഫീസർമാർക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പം ഇതിൽ തന്നെ പ്രയോഗിച്ചവർക്ക് എഴുതിത്തരാനാവില്ല. അവർക്ക് ടൈപ്പ് ചെയ്യാൻ മാത്രമേ ആവൂ. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രയോജനാപേക്ഷയെ മുഴുവൻ നശിപ്പിക്കുന്നു നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പുരോഗതിക്ക് വിലങ്ങുതടിയായി, വിലക്ഷണനായി, എതിരായി നിൽക്കുന്നവനാണ് എന്ന് നിങ്ങൾക്ക് ആദ്യം തോന്നും. വസ്തുതയെ ഞാൻ അപഗ്രഥിച്ച് പറയുമ്പോൾ നിങ്ങൾ അപഗ്രഥിക്കാനുള്ള മനസ്സുള്ളവരാണെങ്കിൽ
ഒരു പാള വെള്ളം ഇന്ന് ഒരു വീട്ടിലും ഒരാൾക്ക് കോരാനാവില്ല. മനസ്സിലായില്ല? ഒരു പാള വെള്ളം. ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ കുളിക്കാതെ ഓഫീസിൽ പോവും നിങ്ങളൊക്കെ. ഇന്നലെ അടിച്ചില്ല. 2 പാള വെള്ളം കോരാൻ ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും. അവസാനം രണ്ടുപേരുടെ കോംപ്രമൈസ് ആവും. ഒന്നും ഇപ്പോൾ ഉണ്ടാക്കണ്ട, പോകുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ച് പൊതിയും വാങ്ങിച്ച് നീയും ഞാനും പോവും. ശരിയല്ല ഈ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്. ഏതാണ് സൗകര്യം? ഏതാണ് സുഖം? ഇനി പറ. എന്താടോ? ആകെ കെണിഞ്ഞ മട്ടായെന്ന് തോന്നുന്നു. ഇപ്പോഴും ഉള്ളിൽ തോന്നുന്നില്ലേ സ്വാമി ഒരു മൂരാച്ചിയാണ്? നിങ്ങൾ വന്നതിൻ്റെ അല്ല ചോദിക്കുന്നത്. ഞാനീ പറഞ്ഞതൊക്കെ പുരോഗമനത്തിലൂന്നി നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങളുടെ ഈ ശാസ്ത്ര സാങ്കേതിക പുരോഗതികളെല്ലാം ഞങ്ങൾ സ്വാമിമാർ വേദാന്തികൾ പോലും ഇതിനെ ഒരുമാതിരി പച്ച പിടിപ്പിക്കാൻ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയോടൊപ്പം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ഒന്ന് ആലോചിക്കുക, എന്താണ് സുഖം, എന്താണ് സൗകര്യം? വളരെ നന്നായിട്ട് ആലോചിക്കാം. അപ്പം അതുകൊണ്ട് വളരെ ഇതായി പറഞ്ഞാൽ ആവശ്യമല്ല സൃഷ്ടിയുടെ മാതാവ്. ആവശ്യമല്ല ഇതൊന്നും കണ്ടുപിടിച്ചത്. ഇതൊക്കെ കണ്ടുപിടിച്ചത് തൃഷ്ണ മാത്രമാണ്. വെറും തൃഷ്ണയിൽ നിന്നാണ് ഈ ലോകമുണ്ടാകുന്നത്. തൃഷ്ണ ദുഃഖസ്വരൂപവുമാണ്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആ ദുഃഖം സത്യമാണെന്നാണ് ബുദ്ധനും പറയുന്നത്. ദുഃഖം ആര്യസത്യം, ദുഃഖസമുദയം ആര്യസത്യം, സത്യം സത്യം പാലി. ദുഃഖനിരോധനം ആര്യസത്യം, ദുഃഖത്തെ നിരോധിക്കാമെന്നതും ആര്യസത്യമാണ്. ദുഃഖനിരോധഗാമിനി പ്രതിപദ ആര്യസത്യം. തൃഷ്ണയെ ഇല്ലാതാക്കിയാൽ ദുഃഖമില്ലാതാവും. ദുഃഖമുണ്ടാകുന്നത് അത്രയും തൃഷ്ണയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് എത്ര തൃഷ്ണാഭവേത്, എവിടെ തൃഷ്ണയുണ്ടോ തത്ര അവിടെ വൈ നിശ്ചയമായും സംസാരം പ്രപഞ്ചം വിധി ഉണ്ടെന്നറിയുക. അവിടെ സംസാരമുണ്ടെന്നറിയുക. അപ്പം ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത് മുഴുവൻ ആഗ്രഹമാണ്. അത് നോക്കിയാലറിയാം. ആഗ്രഹമുള്ള ഒരുത്തൻ ഒരു ഓഫീസിലെത്തിയാൽ മതി, അവനതാകെ മാറ്റിമറിക്കും. വെറൊരാഗ്രഹം മതി അതിൻ്റെ രൂപം മുഴുവൻ മാറാൻ. തൃഷ്ണയിൽ നിന്നാണ് സംസാരമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രൗഢവൈരാഗ്യമാശ്രിത്യ, തൃഷ്ണ വരാതിരിക്കാൻ പ്രൗഢവൈരാഗ്യം വേണം. ദൃഢമായ വൈരാഗ്യം. ഈ ലോകത്തിലോ പരലോകത്തിലോ ആഗ്രഹമില്ലാതിരിക്കുക. ഈ ലോകത്തിൽ ആഗ്രഹമില്ലാതിരുന്നാൽ പോരാ, പരലോകത്തിൽ ആഗ്രഹം ഉണ്ടായാലും പ്രപഞ്ചം ഉണ്ടാവും.
മതങ്ങളൊക്കെ പ്രപഞ്ചം ഉണ്ടാക്കുന്നത് പരലോകത്തിലാണ്. ശാസ്ത്രകാരന്മാർ ഈ ലോകം സൃഷ്ടിക്കുകയും മതപുരോഹിതന്മാർ പരലോകം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കഴുകന്മാരാണ്. ജീവിക്കാൻ മനുഷ്യനെ സ്വച്ഛന്തമായി അനുവദിക്കാത്ത, യഥാതഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത, സങ്കല്പങ്ങളുടേതായ ലോകം സൃഷ്ടിച്ച് അതിൽ കുടുക്കുന്ന, രാവിലെ എഴുന്നേൽക്കണം, എഴുന്നേറ്റിട്ട് കുറേ നേരം നീ പത്മാസനത്തിലിരിക്കണം, നീ ഇത്ര പ്രാവശ്യം ജപിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മതങ്ങൾ ഒരു വഴിക്ക്, ക്രൂശിത രൂപത്തിന് മുമ്പിലിരിക്കണം, കൃഷ്ണൻ്റെ മുമ്പിലിരിക്കണം, രാമൻ്റെ മുമ്പിലിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മതങ്ങളുടെ ലോകമൊന്ന്. ഇരുന്ന് മടുക്കുമ്പോൾ 5 കൊല്ലം 6 കൊല്ലം മണിയിലേക്കും പൂജ നടത്തും, ഒക്കെ നടത്തും. അവസാനം ഇതിനോട് ശത്രുതയാവും. ഇത് അവസാനം വരെ കൊണ്ടുപോകുന്നവർ വളരെ കുറവാണ്. മതങ്ങളുടെ ലോകം മുഴുവൻ പരലോകമാണ്. കാരണം അവർക്കറിയാം ഈ ലോകത്ത് ഇതുകൊണ്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവൻ അതോ ഓർത്തുകൊണ്ട് കിലുക്കിക്കോളൂ എന്നറിയാം. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. വരാനിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി എന്തും പണിയും. ചില തമ്മാടികൾ മാത്രമേ ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളൂ. വോൾട്ടയർ അക്കൂട്ടത്തിൽപ്പെടും, ചർച്ചിൽ അക്കൂട്ടത്തിൽപ്പെടും. മരിക്കാൻ കിടക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ ആളുകൾ എത്തുന്നത്, ഒപ്പീസിയല്ലാൻ ലാസ്റ്റാണ്. ഇപ്പോൾ അടുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു സ്വർഗത്തിലെ പിതാവ് അയച്ചതാന്ന് പറഞ്ഞു. ഇയാൾ തല്ലിപ്പൊളിയായതുകൊണ്ട് അന്നേരം പറഞ്ഞു ഷോ മീ യുവർ ക്രെഡൻഷ്യൽസ്. അവിടെ നിന്നുള്ള സമ്മതപത്രം കാണിച്ചാട്ടെന്ന്. അവർ പോയ വഴിയാണ് പിന്നെ അവിടെ NH കിട്ടിയത്. ഇങ്ങനെ അപൂർവം ചിലർ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടൂ. അതിന് നല്ല വൈരാഗ്യം വേണം. എനിക്ക് തൻ്റെ സ്വർഗത്തിലെ ഒരു സാധനവും വേണ്ട, ഞാൻ സ്വർഗം കാമിക്കുന്നില്ല. അതിന് നല്ല ദൃഢവൈരാഗ്യം വേണം. അപ്പോൾ പരലോക സൗഖ്യങ്ങൾക്കു വേണ്ടി ജീവിതം മുഴുവൻ വിഷമവൃത്തത്തിലാക്കുക, ഈ ലോകത്തിലെ സൗഖ്യമുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ളതൊന്നും സുഖമല്ല എന്ന് ശഠിച്ച് അതിനായി സ്വരുക്കൂട്ടാൻ പോവുക. ശാസ്ത്രമതാ പറയുന്നത്. ഇത് രണ്ടും വിരാഗത കൊണ്ട് നേരിട്ടാൽ, യദൃച്ഛാലാഭ സന്തുഷ്ടനായാൽ, എന്ത് യാദൃച്ഛികമായി കിട്ടുന്നുവോ, സ്വച്ഛന്തമായി കിട്ടുന്നുവോ, സ്പോണ്ടേനിയസ്, അത് സുഖം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും യാദൃച്ഛികതയിൽ സുഖമില്ല. അത് കിട്ടുമ്പം വിചാരിക്കുക ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. പഠിച്ചവൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടാണത്. ഈ ആഹാരമൊക്കെ ഒരു തരത്തിലുണ്ടാക്കാൻ കേട്ടറിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവരെവിടെയെങ്കിലും ചെന്ന് ആഹാരം കഴിക്കുമ്പോൾ പുട്ട് കൊണ്ടോ വെച്ചാൽ പുട്ട് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്, മനസ്സിലായില്ല. ചോറ് കറിയൊക്കെ കൊണ്ടു വെച്ചാൽ ഇതിങ്ങനെയാണോ ഇരിക്കുന്നത്? അപ്പം ആ കിട്ടിയതിനൊരു സുഖവും കിട്ടില്ല. പഠിച്ചു പോയാൽ ഈ കുഴപ്പമുണ്ട്, ശരിയല്ല. അതുകൊണ്ട് ഈ ലോക ജീവിതം വികലമാക്കുന്നവരും പരലോക ജീവിതം വികലമാക്കുന്നവരും രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് ഈ ഭൂമി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ തൃഷ്ണയാണ് ഈ രണ്ടു കൂട്ടരുടെ ഏർപ്പാട്. തൃഷ്ണയാണ് ഇഹ പരലോകങ്ങൾ. തൃഷ്ണയിലാണ് ഈ ലോകമിരിക്കുന്നത്. അതുകൊണ്ട് നീ ദൃഢവൈരാഗ്യത്തെ സ്വീകരിച്ച് തൃഷ്ണ ഉപേക്ഷിച്ചവനായി സുഖിയായി ഭവിക്കൂ. എവിടെവിടെ തൃഷ്ണയുണ്ടോ അവിടെവിടെ സംസാരമുണ്ട്. ഈ അറിവിനാൽ വൈരാഗ്യത്താൽ ആശ വെടിഞ്ഞ് സുഖിയായിത്തീരുക ജനക. ഇതാണത്. അടുത്തത് 4 സമയം.